വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 20th ഏപ്രിൽ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 22nd ഏപ്രിൽ മുതൽ 26th ഏപ്രിൽ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിൽ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് വന്നത് ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ്. ഇൻഫോസിസ് കഴിഞ്ഞ ക്വാർട്ടർ ഫോറിൽ 30.5% നെറ്റ് പ്രോഫിറ്റുള്ള ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 7,969 ക്രോസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഇൻഫോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം കൺസോളിഡേറ്റഡ് റവന്യൂ 2.3% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ താഴ്ന്നിട്ടുണ്ട്. എന്തായാലും ഒരു 20 റുപ്പീസിൻ്റെ ഡിവിഡൻറ്റും അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഡിവിഡൻ്റായിട്ടൊരു 8 റുപ്പീസും കൂടെയാണ് ഇൻഫോസിസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ടി സി എസിൻ്റെ റിസൾട്ട് കാണുകയുണ്ടായി. ടി സി എസ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്നാണ് ടി സി എസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതേസമയം ടി സി എസിൻ്റെ റവന്യൂ 3.5% ആണ് ഉയർന്നിരുന്നത്. അതുപോലെ തന്നെ ടി സി എസും ഒരു 28 റുപ്പീസിൻ്റെ ഡിവിഡൻ്റാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീക്കിലും കണ്ടതാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള ക്വാർട്ടർ റിസൾട്ടുകളിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച മുതൽ കൂടുതൽ ക്വാർട്ടർ ഫോറിൻ്റെ റിസൾട്ടുകളിലേക്ക് കടക്കുകയാണ്. ഈ ഇൻഫോസിസും ടി സി എസും കാര്യമായിട്ട് റിസൾട്ടിനോട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടു. പക്ഷേ നമുക്ക് കുറേയധികം നല്ല റിസൾട്ട്സ് നമുക്കിനി വരും ദിവസങ്ങളിലുണ്ടാകും. കാരണം എക്കണോമി വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ പെർഫോം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം കമ്പനികൾ വളരെ നല്ല റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യും. അതിലെല്ലാം കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റിനും അതുപോലെ തന്നെ ട്രേഡിങ്ങിനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത കമ്പനികളുടെ ഒരു ടോട്ടൽ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിയർലി ഒരു 200 കമ്പനീസിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രൊമോട്ടേഴ്സ് അവരുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നുള്ള പർച്ചേസിങ് ആയിരിക്കാം. ഒരു പ്രൊമോട്ടേഴ്സിന് ഒരു വർഷത്തിൽ 5% എന്നൊരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കും. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ അവർ റൈറ്റ് ഇഷ്യൂയിലൂടെ അവർക്ക് വീണ്ടും അവരുടെ സ്റ്റേക്ക് ഉയർത്താൻ സാധിക്കും. അതുമല്ലെങ്കിൽ വാറണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കൺവേർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇക്വിറ്റി സ്റ്റേക്ക് കൂട്ടാനൊക്കെ സാധിക്കും. അത് പലപ്പോഴും നമുക്ക് പ്രൊമോട്ടേഴ്സ് ഒരു കമ്പനിയിലെ സ്റ്റേക്ക് കൂട്ടുമ്പോൾ അതിന് നമ്മൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് കാണാം. കാരണം ഒരു പ്രൊമോട്ടർ ആ കമ്പനിയുടെ വരുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആണെങ്കിലാണ് അവരുടെ സ്റ്റേക്ക് കൂട്ടുക, അല്ലേ? അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിക്കേഷനാണ്. ആ കമ്പനികളെ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് ഉള്ള കമ്പനികളാണ് എന്നുള്ളതിനൊരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടർ ഫോറിൻ്റെ ഡാറ്റ ഫയൽ ചെയ്തതിന് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കമ്പനികളിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിലും അംബുജ സിമൻസ്, രാംകോ സിമൻറ്റ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി, ജയ് ബാലാജി ഇൻഡസ്ട്രീസ്, സൈഡസ് വെൽനസ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്സ്, ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ്, പൈസാലോ ഡിജിറ്റൽ, കാവേരി സീഡ്സ്, സാങ്കി ഇൻഡസ്ട്രീസ്, മാജിക്ക വേൾഡ് എന്നീ കമ്പനികളിലൊക്കെയാണ് നമുക്ക് പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഈ കമ്പനികളൊക്കെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കാര്യമായിട്ടുള്ള ഇൻക്രീസ് നമുക്ക് ഈ കമ്പനികളിലെല്ലാം പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ഈ ഫോർത്ത് ക്വാർട്ടറിൽ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ കാണുന്ന ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 48,696 ഒന്ന് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കൂടെ നോക്കാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 16,270 എന്നുള്ള ലെവലിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കുറച്ചധികം സ്റ്റോക്കുകൾ ഓൾറെഡി റാലി ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, അത് ആ റാലി കണ്ടിന്യൂ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, ട്രീൽ എന്നുള്ള സ്റ്റോക്കില്ലേ. ആ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് 546 ലെവലിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ
കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് പല ദിവസവും അപ്പോൾ സെക്യൂരിറ്റിലായിരുന്നു. കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 664 ഓൾമോസ്റ്റ് കഴിഞ്ഞ വീക്കിൽ ഒരു നിയർലി 21% ഉയർന്നാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്നുള്ള സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതുപോലെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ആ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 വർഷമായിട്ടും റാലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന 3-4 സ്റ്റോക്കുകളെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 750 ലെവലിൽ January 23 750 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഒരു 2380 ലെവൽ വരെയും ഓൾമോസ്റ്റ് ഒരു 217% ഒരു 1 ഇയറിൽ റാലി നടത്തുകയുണ്ടായി. അതിനുശേഷം ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊരു കറക്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഈ സ്റ്റോക്ക് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇനിയും ഒരു 20% അപ്വേർഡ് മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഹഡ്കോ എന്നുള്ള സ്റ്റോക്ക് ഒരു 50 ലെവലിൽ നിന്നും 226 ലെവലിലേക്ക് ഓൾമോസ്റ്റ് ഒരു 352% ജസ്റ്റ് 1 ഇയറിൽ റാലി നടത്തിയൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഉള്ളൊരു കറക്ഷനിലൂടെയാണ് കടന്നു കൊണ്ടിരുന്നത്. നമുക്കറിയാം മാർച്ച് മന്തിലൊക്കെ ഉണ്ടായ കറക്ഷനിലൊക്കെ സ്റ്റോക്ക് ഒരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 195 ലെവലിലേക്കാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹഡ്കോം ഒരു 20%ഓളൊക്കെ ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ ഭാരതി എയർടെൽ എന്നുള്ള സ്റ്റോക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ April 21 പീരീഡിലൊക്കെ ഒരു 500 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് ടെലികോം സ്റ്റോക്കുകളൊക്കെ വലിയൊരു കൺസോളിഡേഷനോടെ കടന്നു പോയതിന് ശേഷം ഒരു അപ് ട്രെൻഡിലേക്ക് വന്ന് കഴിഞ്ഞ 3 ഇയേഴ്സിനുള്ളിൽ ഭാരതി എയർടെൽ 1275 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു 155% ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഇൻ 3 ഇയേഴ്സാണ്. അപ്പോൾ ടെലികോം സെക്ടറിൽ ഇതുപോലെയുള്ള റിട്ടേൺ ഭാരതി എയർടെല്ലാണ് കൃത്യമായിട്ടും നമുക്ക് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു 3 ഇയേഴ്സ് എന്ന് നമുക്കറിയാം. എന്തായാലും ഭാരതി എയർടെലിൻ്റെ ചാർട്ടിൽ നിന്ന് നമുക്ക് കാണാം ഈ സ്റ്റോക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡിലാണ്. ഈ സ്റ്റോക്കും ഒരു അപ് ട്രെൻഡ് ഈ ഒരു ട്രെൻഡ് വരുന്ന മാസങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഒരു ഗോൾഡൻ പിക്ക് 1 ആയിരുന്ന ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് HCL എന്നുള്ള സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന 130 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 390 വരെയും ഒരു വലിയൊരു റാലിയൊക്കെ നടത്തി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് 200% നമുക്ക് ഗോൾഡൻ പിക്ക് 1 ആയിട്ടുള്ള ഹിമാദ്രി സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്ക് ഒരു കറക്ഷനോടെ കടന്നുപോയി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നൊരു 335 ലെവലിലാണ്. ഈ സ്റ്റോക്ക് നമുക്ക് ഈ ലെവലിൽ നിന്നൊരു റീബൗണ്ട് നമുക്ക് ഹിമാദ്രി സ്പെഷ്യാലിറ്റീസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ള റെക്കമെൻഡേഷൻസ് നൽകാൻ തുടങ്ങിയതിന് ശേഷം മലയാളികൾ കാര്യമായിട്ടുള്ളൊരു എമൗണ്ട് ഒരു സിംഗിൾ സ്റ്റോക്കിൽ നിയർലി ഒരു 5 lakhs ആൻഡ് അബോവ് ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിനുശേഷം അതിൽ നല്ല രീതിയിലുള്ള ഒരു 100%-ലധികം പ്രോഫിറ്റ് ലഭിച്ചതിന് ശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുമുള്ള ഒരു മെത്തേഡ് നമ്മൾ സ്ഥിരമായിട്ടുള്ള വീഡിയോയിലൂടെ ഉള്ള ഫോളോ അപ്പുകളിലൂടെയും കേസ് സ്റ്റഡികളിലൂടെയൊക്കെ നമ്മൾ മലയാളികളെ എഡ്യൂക്കേറ്റ് ചെയ്തൊരു മെത്തേഡാണ്. അതിനുശേഷം ഹ്യൂജ് എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് മലയാളികൾക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലും ഒരു മോസ്റ്റിപ്പ് ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക് നമ്മുടെ 100% പ്രോഫിറ്റിലേക്ക് എത്തുകയുണ്ടായി. ഇത് നമ്മുടെ ഡയമണ്ട് പിക്ക് 12A ആയിരുന്നു മോസ്റ്റിപ്പ് ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ ഒരു ഡയമണ്ട് പിക്ക് ടാർഗറ്റ് എത്തുമ്പോൾ മലയാളികൾക്ക് ഒരു 50 crores എങ്കിലും പ്രോഫിറ്റ് ടോട്ടൽ എല്ലാവർക്കുമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡയമണ്ട് പിക്സ് എന്നുള്ള ആ സീരീസിലൂടെ മലയാളികൾക്ക് ഇതുപോലെയുള്ള ഹ്യൂജ് പ്രോഫിറ്റ് നേടാനുള്ള കോൺഫിഡൻസോട് നൽകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടിയാൽ ആ എമൗണ്ട് വീണ്ടും വളരെ നല്ല ഡയമണ്ട് പിക്കുകളിലേക്ക് മാറി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല പ്രാവശ്യം ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പലരുടെയും ക്യാപിറ്റൽ 20 lakhs 25 lakhs തുടങ്ങുന്നവർ പലരുടെയും ഇപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ 2 crores 3 crores ഒക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പലർക്കും നമ്മളുടെ ഒരു ക്യാപിറ്റലായിട്ട് വലിയ എമൗണ്ട് 1 crore-ലധികമൊക്കെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെ കുറിച്ചുള്ള ഭയം
പ്രോഫിറ്റ് കൂടി വരുമ്പോൾ അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ മെജോറിറ്റി ഓഫ് ദ ക്ലയൻസിനും അങ്ങനെ മാർക്കറ്റിന് വലിയ പേടിയില്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത്രയും നമ്മുടെ ഓൾറെഡി ഒരു 21 ഡയമണ്ട് പിക്സ് ആണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ മെജോറിറ്റി സ്റ്റോക്കുകളും നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റാണ് പലർക്കും ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മളിതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ ആയിരുന്നു ഡയമണ്ട് പിക്ക് 12A നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡയമണ്ട് പിക്ക് 12A മോസ്റ്റിപ്പ് ടെക്നോളജീസിൻ്റെ ചാർട്ടാണ്. ഈ സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് 65 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു 147 വരെയൊക്കെ മൂവ്മെൻറ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 109%-ലധികം പ്രോഫിറ്റിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മുടെ പല ക്ലയൻസും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലെങ്കിൽ വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജും നമ്മൾ ക്ലയൻസിന് നൽകുകയുണ്ടായി. അപ്പോൾ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു ക്ലയൻറ്റ് അതിനെക്കുറിച്ചുള്ള ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഒരു ഫീഡ്ബാക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. Last day I purchased a gold chain for my daughter for her naming ceremony from Kalyan Jewellers. I sold some stocks of Kalyan Jewellers which already hit 100% profit. It's the third time a particular stock gives 100% profit to me. I'm happy to share my experience in stock market. As an investor, I made many mistakes in my investments before watching your videos. However, after strictly following your advice, I started investing a significant amount in the stock market. This time, my first diamond pick, Moschip Technologies, reached its first target, making the first occasion where a particular stocks with a substantial investment has achieved 100% profit. Additionally, other stocks such as Bharat Electronics, Kalyan Jewellers and Tata Motors have also yielded 100% profits to me. I am eager to explore new diamond picks for investment while also holding on to my golden pick. Thank you Sajish sir and the triple team. ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ളൊരു നമ്മുടെ ഡയമണ്ട് പിക്ക് ടാർഗറ്റ് എത്തുമ്പോൾ അതിലൊരു ഫീഡ്ബാക്കിലുള്ളൊരു കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഒരു ഡയമണ്ട് പിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബൈ റേറ്റ് 68 rupees ബൈ ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ബൈ ചെയ്തിരുന്നത് 12,200 ക്വാണ്ടിറ്റിയാണ്. അതായത് ടോട്ടൽ എമൗണ്ട് മോസ്റ്റിപ്പിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 8,29,600 ആണ്. സെൽ റേറ്റ് കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 139 ലെവലിൽ ടോട്ടൽ പ്രോഫിറ്റും ബുക്ക് ചെയ്തപ്പോൾ ഒരു പ്രോഫിറ്റ് പെർ ഷെയർ 71 rupees ആണ്. അതായത് ടോട്ടൽ പ്രോഫിറ്റ് 8,66,200 ആണ്. അതായത് 104% പ്രോഫിറ്റാണ് മോസ്റ്റിപ്പ് ടെക്നോളജീസിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോസ്റ്റിപ്പ് ടെക്നോളജീസിൽ പല ക്ലയൻസും നിയർലി 50 lakhs വരെ ഇൻവെസ്റ്റ് ചെയ്ത പല ക്ലയൻസും ഉണ്ട്. അപ്പോൾ മോസ്റ്റിപ്പ് ടെക്നോളജീസിൽ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ 12A എന്നുള്ള ഈ റെക്കമെൻഡേഷൻസിൽ മോർ ദാൻ 50 crores പ്രോഫിറ്റ് നമ്മുടെ ടോട്ടൽ ക്ലയൻസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഒരു ഇയറിൽ ഓൺലി 6 റെക്കമെൻഡേഷൻസൊക്കെയാണ് ഡയമണ്ട് പിക്സിൻ്റെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് റിപ്പോർട്ട് നമ്മൾ നൽകുകയും ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അത് വായിച്ച് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ബുദ്ധിപരമായിട്ട് ഇതുപോലെയുള്ള പ്രോഫിറ്റ് നേടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലയൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഡയമണ്ട് പിക്ക് സീരീസിൻ്റെ ഒരു സക്സസ്. എപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്സും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഇൻഡസ്ട്രികളിലുള്ള കമ്പനികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഡയമണ്ട് പിക്ക് സീരീസിലൂടെ ഇതുപോലെയുള്ള ഹ്യൂജ് പ്രോഫിറ്റ് നേടാനായിട്ട് ക്ലയൻസിന് സാധിക്കുന്നത്. ഞങ്ങളിതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്ക് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് 22 ഞങ്ങൾ ഏപ്രിൽ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതും പലരും നമ്മുടെ ഒരു ഡയമണ്ട് പിക്കിലുള്ളതുപോലെയുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത ഡയമണ്ട് പിക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ക്ലയൻറ്റും അതുപോലെ തന്നെ അത് ഡയമണ്ട് പിക്കിൻ്റെ അടുത്ത ഡയമണ്ട് പിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 മാസമായിട്ടും
മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതും ഒരു ബോറിംഗ് ആയിട്ടുള്ള പീരിയഡിലൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലേ. പക്ഷേ ഇത് നോക്കൂ, നമുക്കൊരു 8 ലാക്സിലധികം പ്രോഫിറ്റ് നമുക്ക് ഇപ്പോൾ അത് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും അല്ല കാര്യമുള്ളത്. മാർക്കറ്റിൽ ഇതുപോലെ വളരെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പതുങ്ങിയിരുന്ന് നല്ല ഒരു മൂവ്മെൻറ്റ് ആ സ്റ്റോക്കിൽ ലഭിക്കുമ്പോൾ നിയർലി 10 ലാക്സും 8 ലാക്സും ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഡയമണ്ട് പിക്കുകളിലൂടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ പേഷ്യൻസ് ഉള്ള ക്ലയൻസാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ ഉണ്ടെങ്കിലും പലപ്പോഴും പലർക്കും ഒരു സ്റ്റോക്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല അല്ലേ. പക്ഷേ അവിടെയാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ് പോലെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസിന് ഫീസ് കൊടുത്ത് തന്നെയാണെങ്കിലും അതുപോലെ ഒരു റെക്കമെൻഡേഷൻ എടുത്ത് ആ കോൺഫിഡൻസ് ആണ് അവർക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ ഇതിൽ സഹായിക്കുന്നത്. അങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെ പ്രോഫിറ്റ് നേടുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്കിൽ ക്ലയൻറ്റ് ഒരു 8 ലാക്സോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലഭിക്കുന്നത് മോസ്റ്റിപ്പ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങളുടെ ക്ലയൻസിൽ പലരും ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പേര് കൃത്യമായിട്ട് അതിന് പഠിച്ച് നമ്മൾ ആ ചിപ്പുകളുടെ ടെക്നോളജീസിൽ വരുന്ന ഇന്ത്യയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നൽകിയ റെക്കമെൻഡേഷൻ ആയതുകൊണ്ടാണ് ആ മൂവ്മെൻറ്റിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ സാധിച്ചത്. അപ്പോൾ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈവൻ മാർക്കറ്റിൽ കുറേ കാലമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേക്കൊരു എമൗണ്ട് സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അവിടെ അതുപോലെ നമ്മുടെ ആ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിനെ ഡബിൾ ആക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡയമണ്ട് പിക്ക് എന്നുള്ള സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഡയമണ്ട് പിക്ക് 12-നൊപ്പമാണ് നമ്മൾ 12A എന്നുള്ള റെക്കമെൻഡേഷൻ നൽകിയിരുന്നത്. നമ്മുടെ ഡയമണ്ട് പിക്ക് 12 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം, ഡയമണ്ട് പിക്ക് 12 ആയിരുന്നത് സെൻടെക് ടെക്നോളജീസ് എന്നുള്ള കമ്പനിയിലായിരുന്നു. ഇപ്പോൾ നമുക്ക് സെൻടെക്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻടെക്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 185 ലെവലിലായിരുന്നു. അതിന് ശേഷം ഈ സ്റ്റോക്ക് ഹ്യൂജ് റാലിയിലൂടെയൊക്കെ കടന്നു പോവുകയുണ്ടായി. ആ സ്റ്റോക്ക് 956 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ നമ്മുടെ ക്ലയൻസിന് ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചൊരു സ്റ്റോക്കാണ് സെൻടെക്. അതിലൊരു നിയർലി ആ സ്റ്റോക്ക് ഒരു 416%-ലധികമൊക്കെ മൂവ് ചെയ്യുകയുണ്ടായതാണ്. അപ്പോൾ ഈ സെൻടെക്കിൻ്റെ അന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നത് കേസ് സ്റ്റഡി ആയിരുന്നു. ഒരു ക്ലയൻറ്റ് സെൻടെക് ബൈ ചെയ്തിരുന്നത് 193.80 ലെവലിലാണ്. ക്വാണ്ടിറ്റി 3200 ക്വാണ്ടിറ്റി വാങ്ങുകയും അതിനുശേഷം അതായത് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് 6,20,160 ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 417.40 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിനൊരു പ്രോഫിറ്റ് പെർ ഷെയർ 223.60 പ്രോഫിറ്റ് പെർ ഷെയർ റിയലൈസ് ചെയ്യാൻ സാധിച്ചത്. അതായത് പ്രോഫിറ്റ് സെൻടെക് ടെക്നോളജീസിൽ 7,15,520 പ്രോഫിറ്റ് നേടാനായിട്ട് ആ ക്ലയൻറ്റിന് സാധിക്കുകയുണ്ടായി. അതായത് ഒരു 115% പ്രോഫിറ്റാണ് സെൻടെക് ടെക്നോളജീസിൽ നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് പലർക്കും നമ്മൾ ഡയമണ്ട് പിക്ക് 12A ഒരു കോംബോ ആയിട്ട് നമ്മൾ നൽകിയത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിലും ഒരു ആവറേജ് കോസ്റ്റ് വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ 2 റെക്കമെൻഡേഷൻസ് എടുക്കാനും അതിൽ രണ്ട് സ്റ്റോക്ക് കൂടെ എടുത്ത് ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നിയർലി 15-20 ലാക്സ് ഒക്കെ പ്രോഫിറ്റ് നേടാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പലരും ഇതിൻ്റെ ഫീസായിട്ടുള്ള ഒരു ഡയമണ്ട് പിക്കിന് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ 35,400 വരുന്നുണ്ട്. അത് ആ കോസ്റ്റ് വരുന്നത് നമുക്കറിയാം ഒരു 5,400 GST ആണ് അല്ലേ. അപ്പോൾ അതുപോലെ ആ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഏതെങ്കിലും റെക്കമെൻഡേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാതെ അവിടെ അതിൻ്റെ റിസ്കുകളെല്ലാം എടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരു 35,400 സ്പെൻഡ് ചെയ്ത് ഒരു 7-8 ലാക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 7 ലാക്സോളം പ്രോഫിറ്റോ അല്ലെങ്കിൽ 8 ലാക്സ് ഒക്കെ പ്രോഫിറ്റ് നേടുകയും ചെയ്യുമ്പോൾ ആ ഫീസിൻ്റെ കോസ്റ്റും അതിൻ്റെ കോസ്റ്റ് വരുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണെന്ന് നമുക്കിത് മനസ്സിലാക്കാറില്ല. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഈവൻ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ കിടക്കുന്ന ഒരു എമൗണ്ടാണ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അവിടെ നമുക്കൊരു നിസ്സാരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെയാണ് വളരെ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അഡ്വൈസറിൽ നിന്നും
ഉള്ള റെക്കമെൻഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരം സ്റ്റോക്ക് മാർക്കറ്റ് നൽകുന്നുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് നൽകുന്നുണ്ട്. അവിടെ എന്ത് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നല്ല, കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ മാർക്കറ്റ് നമുക്ക് നൽകും. അടുത്ത 5 വർഷം ഇതുപോലെയുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് നമുക്ക് നൽകും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിപരമായിട്ട് തീരുമാനം ഓരോ ഇൻവെസ്റ്ററും എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ നമ്മൾ വളരെ റീസെൻ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഡയമണ്ട് പിക്കുകളുടെ ചാർട്ടുകളോടെ ഒന്ന് നോക്കാം നമുക്ക്. ഡയമണ്ട് പിക്ക് 15 ഞങ്ങൾ കിർലോസ്കർ ബ്രദേഴ്സിലാണ് നൽകിയിരുന്നത്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 320 ലെവലിൽ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് 1125 വരെയൊക്കെ ഉള്ളൊരു ഹ്യൂജ് റാലി നടത്തുകയുണ്ട്. അപ്പോൾ നിയർലി 251% ഈ സ്റ്റോക്ക് റാലി നടത്തിയത്. ആ സ്റ്റോക്കിൽ കിർലോസ്കർ ബ്രദേഴ്സിൽ ഹ്യൂജ് പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസിന് നേടി നൽകാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ട്. അതുപോലെ ഡയമണ്ട് പിക്ക് 16 ആയിരുന്നു ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്. ഞങ്ങൾ 95 ലെവലിൽ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ ഈ സ്റ്റോക്ക് 345 ലെവൽ വരെയൊക്കെ ഒരു വലിയ റാലി നടത്തിയപ്പോൾ നമ്മുടെ ക്ലയൻസിന് ഒരു 263% പ്രോഫിറ്റ് JWL നമുക്ക് നേടി നൽകാനായിട്ട് സാധിക്കുകയുണ്ട്. അതുപോലെ നമ്മുടെ ടൈം ടെക്നോപ്ലാസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 80 ലെവലിലാണ്. ഈ സ്റ്റോക്കും വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിട്ടേൺ 172 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സ്റ്റോക്ക് 200% അധികം പ്രോഫിറ്റ് നൽകിയാണ്. 240 ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് പിക്ക് സീരീസ് വളരെ കോൺഫിഡൻ്റായിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം സെലക്ട് ചെയ്യാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഡയമണ്ട് പിക്കുകൾ ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്കായിട്ടുള്ള ഡയമണ്ട് പിക്ക് 22 റിലീസ് ചെയ്യുന്നത് ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ്. അത് പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നമ്മൾ വളരെ ഷോർട്ട് പീരിയഡിലും നിയർലി ഒരു 13-25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ നമുക്കൊരു എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 338 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് ഒരു 425 ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു 25% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഞങ്ങളുടെ AAA വെൽത്ത് ബിൽഡർ പാക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് നാഷണൽ അലുമിനിയം. ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 120 ലെവലിലാണ്. അതിനുശേഷം സ്റ്റോക്ക് 185 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 54% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്ന LG എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ 570 ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. സ്റ്റോക്ക് ഒരു 645 മൂവ് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ട്. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഷ്നൈഡർ ഇലക്ട്രിക്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 475 ഈ സ്റ്റോക്ക് 595 ലെവലിലേക്ക് ഒരു ഷാർപ്പായിട്ടുള്ളൊരു റാലി നടത്തുകയുണ്ട്. അപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഷ്നൈഡർ ഇലക്ട്രിക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ജസ്റ്റ് ഡയൽ 22% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് 16% ഉയർന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് 15% ഉയർന്നു. അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി 14% ഉയർന്നു. രാമകൃഷ്ണ ഫോർജിങ്സ് 11% ഉയർന്നു. ഹിറ്റാച്ചി എനർജി 10% ഉയർന്നു. ആസ്റ്റർ DM 9% ഉയർന്നു. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി 9% ഉയർന്നു. ക്വസ് കോർപ്പ് 8% ഉയർന്നു. സരിഗമ ഇന്ത്യ 8% ഉയർന്നു. മോത്തിലാൽ ഒസ്വാൾ 8% ഉയർന്നു. ഗോദാവരി പവർ ആൻഡ് ഡിസ്പാച്ച് 7% ഉയർന്നു. ഇൻഡസ് ടവർ 7% ഉയർന്നു. 361 ലിമിറ്റഡ് 7% ഉയർന്നു. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് 6% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. ഇത് നമുക്ക് നമ്മുടെ അടുത്ത വീക്കിൽ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അടുത്തായി നമുക്കിനി 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,867 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,036.3 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു.
അടുത്തതായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 12th ഏപ്രിലിന് ക്ലോസ് ചെയ്തിരുന്നത് 22,519 15th ഏപ്രിലിന് നിഫ്റ്റി 246 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. 16th ഏപ്രിലിന് 124 പോയിൻറ്റ്സ് താഴ്ന്നും 18th ഏപ്രിലിന് 152 പോയിൻറ്റ്സ് താഴ്ന്നും അതിനുശേഷം 19th ഏപ്രിലിന് 151 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റി 378 പോയിൻറ്റ്സിൻ്റെ ഒരു താഴ്ചയോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉള്ള ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പല ദിവസവും മാർക്കറ്റിൽ ഒരു സെൽ ഓഫോടുകൂടിയാണ് നമ്മൾ കണ്ടത്. ഇതൊരു ഇനിയൊരു കണ്ടിന്യൂഷനായിട്ട് പോകും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോഴുണ്ടായിട്ടുള്ള കഴിഞ്ഞ വീക്കിലുണ്ടായ ടെൻഷൻസ് ഇവിടെ തീരുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ന്യൂസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ്റെ മൂഡിൽ തന്നെയായിരിക്കും ഈ മാസത്തെ ബാക്കിയുള്ള ദിവസങ്ങളിലും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ഏപ്രിൽ മന്തിൽ ഇപ്പോൾ 179 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഏപ്രിൽ മന്തിൽ ആദ്യമായിട്ടാണ് നിഫ്റ്റി മൈനസിലേക്ക് പോകുന്നത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 20,641 100 DMA വരുന്നത് 21,729 50 DMA വരുന്നത് 22,173 20 DMA വരുന്നത് 22,287 അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ ഡെയിലി ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയുടെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,117 ആയിരിക്കും. അതിന് മുകളിൽ 22,457 22,767 23,004 23,482 23,913 എന്ന ലെവലുകളായിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക. അതേസമയം 22,117 താഴെ സപ്പോർട്ട് ലെവലുകളായി നിൽക്കുക 21,807 21,467 21,371 21,157 21,032 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,004 ലോവർ റേഞ്ച് 21,157 ആയിരിക്കും. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 22,117 ആയിരിക്കും. നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഡയലാണ്. ജസ്റ്റ് ഡയൽ കഴിഞ്ഞ ദിവസത്തിലൊരു റാലിയോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നത് 1080 ലെവലിലാണ്. ഈ സ്റ്റോക്ക് 1080ക്ക് മുകളിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കുന്നത് 1200 ആണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ജസ്റ്റ് ഡയലാണ്. അതുപോലെ നമ്മുടെ AAA ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഉഷ മാർട്ടിൻ ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു 360 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 360ക്ക് മുകളിൽ ഈ സ്റ്റോക്കിന് അടുത്ത റെസിസ്റ്റൻസ് 395 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ AAA ടെക്നിക്കൽ പിക്ക് ഉഷ മാർട്ടിൻ ആണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ അമരരാജ ബാറ്ററീസ്, ജൂബിലന്റ് ഫാർമ, നാഷണൽ അലുമിനിയം, അനന്തരാജ്, അതുപോലെ തന്നെ ഗെയിൽ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും അടുത്ത വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.